എല്ലാവർക്കും നമസ്കാരം. എന്തുകൊണ്ട് അക്യുപഞ്ചർ ലാബ് ടെസ്റ്റ് നടത്തുന്നില്ല? അധികമാക്കുള്ളൊരു സംശയമാണ്. ലാബ് ടെസ്റ്റ് നടത്തിയിട്ട് അത് ഷുഗർ കുറക്കാൻ വേണ്ടിയിട്ട് വരട്ടെ എന്ന് എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ പറയും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു തരാം. 2019 ഫെബ്രുവരി 18 ഇന്ത്യ ഗവൺമെൻറ് അക്യുപഞ്ചറിനെ ഒരു സ്വതന്ത്ര ചികിത്സയായിട്ട് അംഗീകരിച്ചത്. അതായത് ഒരു സിസ്റ്റമായിട്ട് അക്യുപഞ്ചർ ഒരു സിസ്റ്റമായിട്ട് അംഗീകരിച്ചത്. അക്യുപഞ്ചർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് രോഗനിർണയം, സ്വന്തമായിട്ട് ചികിത്സാ രീതി ഉള്ളതിനെയാണ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ലൈസൻസ് എടുത്തിട്ട് തന്നെയാണ് ക്ലിനിക്കെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ലാബ് ടെസ്റ്റിൻ്റെ ആവശ്യമില്ല. നിങ്ങളെ പൾസാണ് നോക്കുന്നത്. നിങ്ങളെ പൾസ് നോക്കിയിട്ട് നിങ്ങളിലുള്ള ജീവശക്തിക്കുള്ള വ്യതിയാനാണ് നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ടുള്ളത്, അതാണ് നമ്മൾ മാറ്റിത്തരുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാഡി പരിശോധിക്കുമ്പോൾ തിരിയും അവർക്ക് എന്താണോ ബ്ലോക്കേജ് ഉള്ളത്. നമുക്ക് 5 എലമെൻ്റ് ഉണ്ട്: വുഡ്, ഫയർ, എർത്ത്, എയർ, വാട്ടർ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ പഞ്ചഭൂത ഇതിലാണ് നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് രോഗനിർണയം ലാബിലുള്ള രക്തത്തിൻ്റെ അളവിലല്ല, അനുസരിച്ചല്ല. നിങ്ങൾ നാഡി പരിശോധിക്കുമ്പോൾ അതെന്തിലാണ് നമുക്കത് കിട്ടുന്നത്, അതിനനുസരിച്ചിട്ടാണ്. അതിനനുസരിച്ചുള്ള പോയിൻ്റ് ഒന്നുകിൽ നീഡിൽ വെച്ച് സ്റ്റിമുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ടച്ച് ചെയ്തിട്ട് കൊണ്ട് ആ ഒരു പോയിൻ്റ് ടച്ച് ചെയ്തുകൊണ്ട് സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലാബ് ടെസ്റ്റ് നമുക്ക് വേണ്ട എന്ന് പറയുന്നത്. പക്ഷേ അധികം ആളും ഇപ്പോൾ ഹോമിയോപ്പതി ആയിക്കോട്ടെ, ആയുർവേദം ആയിക്കോട്ടെ, അലോപ്പതി ആയിക്കോട്ടെ, എല്ലാത്തിലും ലാബ് ടെസ്റ്റാണ് അവർ ഫോളോ ചെയ്യുന്നത്. പണ്ട് അങ്ങനെയല്ല. ആയുർവേദത്തിലൊക്കെ നാടി പിടിച്ചിട്ടുള്ള, പണ്ടത്തെ കാലത്ത് ഞാൻ പോയാലും നാടി പിടിച്ചിട്ട് ചികിത്സിക്കുന്നതാണ്. അവർ പറഞ്ഞുതരും വാദം, പിത്തം, കഫം. അതിൽ എന്നോട് പറഞ്ഞു പിത്ത ഇതുള്ള ശരീരമാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷേ ഇന്നെല്ലാവരും എന്ത് ചെയ്ത് ലാബ് ടെസ്റ്റിലേക്ക് പോയി. ലാബ് ടെസ്റ്റ് ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മുടെ മനുഷ്യ ശരീരമെല്ലാം വ്യത്യസ്തമാണ്. എൻ്റെ തടിയോ നീളോ ഒന്നുമല്ല വേറൊരാൾക്കുണ്ടാവാം. അപ്പം നമുക്ക് ഒരേ തരം രക്തം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവും. ഹൈറ്റും തടിയും ഉള്ള. അപ്പോൾ ഒരിക്കലും അതിനെനിക്കൊരു ഇതായിട്ട് തോന്നിയിട്ടില്ല ലാബ് ടെസ്റ്റ്. ഞാനും ഒരുപാട് ലാബ് ടെസ്റ്റ് ചെയ്ത വ്യക്തി തന്നെയാണ്. ഇതിന് വരുന്നതിന് മുന്നേ ലാബ് ടെസ്റ്റ് ചെയ്ത് മരുന്ന് ഒരുപാട് കുടിച്ചെങ്കിലും എനിക്ക് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. കാരണം പിന്നെ രോഗങ്ങൾ കൂടിക്കൂടി വന്ന് അതിൻ്റെ ഭയം, പൈസ ഇല്ലായ്മേൻ്റെ ഇത്, സമയത്തിൻ്റെ ഇതൊക്കെയാണ് അതിൽ നിന്ന് പോയത്. പക്ഷേ അക്യുപഞ്ചർ നല്ല വന്ന് ഒറ്റ നീഡിൽ ചെയ്തപ്പോൾ തന്നെ എൻ്റെ അസുഖം മുഴുവൻ മാറി. ഞാൻ ഒരുപാട് ലാബ് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ടും കൊണ്ടാണ് സിദ്ധയിൽ കാണിച്ച് എനിക്ക് വേദന സഹിക്കാൻ പറ്റായിട്ട് അതിൻ്റെ റിപ്പോർട്ടും കൊണ്ടായിരുന്നു അക്യുപഞ്ചറിൻ്റെ അടുക്ക് പോയത്. പക്ഷേ അവർ ഒരു ലാബ് ടെസ്റ്റ് എന്നിൽ നിന്ന് നോക്കിയില്ല. ഓൺലി പൾസ് നോക്കി ഒരു പോയിന്റിൽ നീഡിൽ ചെയ്തപ്പോൾ മുതൽ എൻ്റെ വേദന മാറി. എന്ത് അത്ഭുതമാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. അതിനുശേഷം ഞാനത് പഠിക്കാൻ തീരുമാനിച്ചു. പിന്നെ എൻ്റെ വീട്ടിലുള്ള എല്ലാവരും അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നോക്കി. അവർക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഡോക്ടേഴ്സിൻ്റെ അടുക്ക പോയി മരുന്ന് കുടിക്കുന്നവരായിരുന്നു. ഞാൻ മരുന്ന് കുടിക്കാറില്ലായിരുന്നു. വേദനയുണ്ടെങ്കിൽ സഹിച്ച് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അവർ കുടിക്കുന്ന വ്യക്തികളായതുകൊണ്ട് അവരെല്ലാം ഒക്കെ ഇതിൽ വന്ന് അവർക്കും ഒത്തിരി മാറ്റം ഉണ്ടായി. അപ്പം നമ്മുടെ എനർജി ലെവലിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒത്തിരി പ്രയാസം മാറും. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബോഡിയിലുള്ള രക്തത്തിൻ്റെ അളവെടുത്തിട്ടോ അല്ലെങ്കിൽ മലത്തിൻ്റെയോ മൂത്രത്തിൻ്റെയോ അതിൽ നോക്കിയിട്ടാണ് അവർ രോഗനിർണയം നടത്തുന്നത്. ഇത് നമ്മൾ എനർജി ബോഡിയിലാണ് നമ്മൾ രോഗം നിർണ്ണയിക്കുന്നത്. അതാണ് ഇത് രണ്ടിൻ്റെയും വ്യത്യാസമെന്ന് പറയുന്നത്. മറ്റേത് ഫിസിക്കൽ ബോഡിയിലാണ്. ആ ബോഡിയിൽ നിന്നുള്ള വേസ്റ്റും കാര്യങ്ങളാണ് അവർ നോക്കുന്നത്. നമ്മൾ എനർജറ്റിക്കൽ ബോഡിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് പെട്ടെന്ന് രോഗം മാറുന്നത്. എത്രയോ നിങ്ങൾ ഫിസിക്കൽ ബോഡിയിൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും മാറാത്ത പല രോഗങ്ങളും ഒന്നും മരുന്ന് പോലും കൊടുക്കാണ്ട് ജസ്റ്റ് ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ തന്നെ മാറും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇനി ഒരു ഡോക്ടറോടേക്കും പോകാൻ ഇഷ്ടമില്ലെങ്കിൽ മരുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തികളുണ്ടാകും. ചില ആൾക്ക് മരുന്ന് കഴിക്കാൻ പറ്റില്ല, ഹെൽത്ത് ഇഷ്യൂസ് വരും. അപ്പോൾ അങ്ങനത്തെയുള്ള വ്യക്തികൾക്ക് പോലും 4G എന്ന് പറയുന്നത് നമ്മളെ 4 ഗോൾഡൻ റൂൾസ് പാലിച്ചാൽ തന്നെ ഒരു രോഗവും ഇല്ലാണ്ട് ജീവിക്കാൻ വേണ്ടി പറ്റും. നന്നായിട്ട് ചവച്ചരച്ച് വിശന്ന് മാത്രം ഭക്ഷണം കഴിക്കുക. അത് നിങ്ങൾ സമയം നോക്കേണ്ട ആവശ്യമില്ല. രാവിലെയായോ ഉച്ചയായോ വൈകുന്നേരമായോ
ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എപ്പോഴാണോ നിങ്ങൾക്ക് വിശക്കുന്നത് ആ ടൈം മാത്രം ഭക്ഷണം നന്നായി ചവച്ചരച്ച് അത് ഇഷ്ടമുള്ള രുചികളുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് മധുരം കഴിക്കാൻ തോന്നും, ചിലപ്പം എരിവായിരിക്കും, ചിലപ്പോൾ പുളിയുള്ള ഫുഡ് കഴിക്കാൻ തോന്നും. എന്താണോ കഴിക്കാൻ ഇഷ്ടമുള്ളത് അത് കഴിക്കാൻ ശ്രമിക്കുക. വെള്ളം ദാഹിക്കുമ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. ദാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം നിർത്തുക. അതിനുശേഷം എന്തെങ്കിലും ക്ഷീണമുണ്ടെങ്കിൽ വിശ്രമിക്കുക. ഉറക്കം രാത്രി 9 മണിക്കും 10 മണിക്കുള്ളിൽ തന്നെ കിടക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം രാത്രിയാണ് ബോഡീൻ്റെ മെയിൻ്റനൻസ് വർക്ക് നടത്തുന്നത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ലാബ് ടെസ്റ്റ് ഒന്നും ചെയ്യാതെ ഒരു മരുന്നും കുടിക്കാണ്ട് നിങ്ങൾക്ക് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു.